ഹായ് ഫ്രണ്ട്സ്, ഇത് നമുക്ക് ഡോണറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഓവൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് ഉണ്ടാക്കാനായിട്ട്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അത് തന്നെ നമുക്കൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്, 1.5 ടീസ്പൂൺ. പിന്നെ ഞാൻ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 3 ടേബിൾ സ്പൂൺ. പിന്നെ 2 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ ഉണ്ടെങ്കിൽ എന്തായാലും ബട്ടർ ഇട്ട് കൊടുക്കുക. മെൽറ്റ് ആക്കിയിട്ടോ അല്ലെങ്കിലോ ബട്ടർ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇളം ചൂടുള്ള പാല് ഒരു 3/4 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ പാല് 3/4 കപ്പ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി ലൂസ് പോലെയായിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഒരുപാട് ടൈറ്റ് ആയിട്ടല്ല, ഇത്തിരി ലൂസ് പോലെ കുഴച്ചെടുത്താലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോനറ്റ് കിട്ടുള്ളൂ. അപ്പോൾ കയ്യിലൊക്കെ ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഓയിലൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ട് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പരമാവധി എത്ര നേരം കുഴച്ചെടുക്കാൻ പറ്റുന്നോ അത്രയും നേരം കുഴച്ചെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോനറ്റ് കിട്ടും. ഇനി ഞാനിത് പൊങ്ങാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ ഒരു പാത്രത്തിൽ നമുക്ക് കുറച്ചൊന്ന് ഓയിലൊന്ന് തടവി കൊടുത്തിട്ട് ഈ മാവ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ മേലെയും കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. അതിനുശേഷം 2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി വരും. ഇപ്പോൾ ഇവിടെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്നും കൂടി ഒരു 30 സെക്കൻഡോളം ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഇതൊന്ന് ഒന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ചൊന്ന് മൈദപ്പൊടി ഒന്ന് തൂവി കൊടുത്തിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഒരേ സൈസിലാക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ കയ്യിൽ വെച്ചിട്ട് അധികം വിള്ളലൊന്നും വരാത്ത രീതിയിൽ ഒന്ന് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം ഇതേപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ ആ പാത്രത്തിലും കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുക്കുക. അപ്പോൾ അത് ഒട്ടി പിടിക്കില്ല. ഇനി നമുക്കിതിൻ്റെ നടുക്കിലൊരു ഹോൾ ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിത് കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ചിട്ടുണ്ട്. മൈദ തൂവി എടുത്ത് വേണം ഇത് വെക്കാനായിട്ടല്ല, എന്നുണ്ടെങ്കിൽ ഒട്ടി പിടിക്കും. പിന്നെ ഞാൻ ഇതേപോലത്തെ ഒരു മൂടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അറ്റഭാഗം ഒന്ന് മൈദയിൽ ഒന്ന് നന്നായിട്ട് മുക്കി കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നടുക്കിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്കത് നടുക്കിൽ നല്ലൊരു ഹോൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് ഓരോന്നായിട്ട് നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓയിലിൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. കാരണം ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ തിരിച്ചും മറച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് ഉൾഭാഗമൊക്കെ വെന്ത് വരുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കളറൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓയിലിൽ നിന്ന് എടുക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ചോക്ലേറ്റ് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ചോക്ലേറ്റ് ചെറുതായിട്ടൊന്ന് ചൂടാറാനായിട്ട് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഓരോ ഡോനറ്റ് എടുത്തിട്ട് ഈ ചോക്ലേറ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് ഒന്ന് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് സെറ്റായിട്ട് വരാൻ ഒരുപാട് സമയം എടുക്കും. നമ്മളിത് ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല, പുറത്ത് വെച്ചിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ മേലെ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.